സർക്കാരിന്റെ അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നും സർക്കാർ ഇക്കാര്യം ഗൗരവത്തിലെടുത്ത് ശാശ്വത പരിഹാരം കാണണമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. +1 ബാച്ച് വിഷയത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത്, കുറച്ചൊന്നുമല്ല. എന്തൊരു ന്യായമാണ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. നന്നായി പഠിക്കുന്ന ആ കുട്ടികള് പാസ്സായി വരുമ്പോ ആ ഒരു സീറ്റിന് വേണ്ടി കേഴുകയാണ്. എന്നിട്ട് കോടതിയിൽ പോവാണ്. കോടതിയിൽ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾക്ക് പരാതി കിട്ടിയില്ല എന്നാണ്. സീറ്റ് പഠിച്ച് പാസ്സായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി കാക്കുന്നു എന്ന് കോടതി ചോദിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പിന്നാക്ക ജില്ലകളിലെ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയെന്ന ഇടതു സർക്കാർ നിലപാട് ശരിയല്ല. എന്തിനാണ് ഈ വിവേചനവും പിശുക്കുമെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ളിടത്ത് പഠിക്കാൻ അവകാശമുണ്ട്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ നീതി ലഭിക്കുമെന്നും ഇല്ലെങ്കിൽ രണ്ടാംകിട പൗരന്മാരാവുമെന്നും പറയുന്നവർ പ്രവൃത്തിയിൽ ഇത് കാണിക്കാൻ തയ്യാറാവണം. നിലപാടുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള പരസ്യങ്ങളിൽ ഒതുക്കരുത്. പാലം കടന്നാൽ കൂരായണ നിലപാട് നിർത്തണം. ചില ജില്ലകളിൽ നീതീകരിക്കാൻ കഴിയാത്ത അന്തരമാണ് +1 സീറ്റുകളുടെ എണ്ണത്തിലുള്ളത്. ഇതിന് ശാശ്വത പരിഹാരം വേണം. UDF അധികാരത്തിലിരുന്ന സമയത്ത് അനുവദിച്ച സീറ്റുകളിലാണ് ഇന്നും മേൽപ്പറഞ്ഞ ജില്ലക്കാർ പഠിക്കുന്നത്. അന്ന് സീറ്റ് അനുവദിച്ചപ്പോൾ വാരിക്കോരി കൊടുക്കുന്നു എന്ന് ആക്ഷേപിച്ച് സമരം ചെയ്തവരാണ് CPMകാർ. ഈ അസഹിഷ്ണുത അവസാനിപ്പിക്കണം. മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ നേരം പുലർന്നാൽ സീറ്റ് തേടി അലയുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ഇതിന് പരിഹാരം കാണണം. ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ നിഷേധിക്കുന്ന നിലപാട് ശരിയല്ല. ഇങ്ങനെ പറഞ്ഞവരെല്ലാം അവസാനം മുട്ടുമടക്കിയ ചരിത്രമാണുള്ളത്. ജനങ്ങൾ അതിനുള്ള പണി വൈകാതെ തരും. UDF MLAമാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP സൈദലവി, സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, നാലകത്ത് സൂപ്പി, PK അബ്ദുൾ റബ്ബ്, സുഹറ മമ്പാട്, അഡ്വക്കേറ്റ് M. റഹ്മത്തുള്ള, MLAമാരായ അഡ്വക്കേറ്റ് UA ലത്തീഫ്, മഞ്ഞളാംകുഴി അലി, കുറുക്കോളി മൊയ്തീൻ, മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ എന്നിവരും പ്രസംഗിച്ചു. ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.